ഹലോ മക്കളെ, നമുക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ത് ആ ഒരു എക്സാമിൻ്റെ റെഫറൻസ് ബുക്സ്. അപ്പോൾ നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളോളം നീറ്റ് എക്സാമിനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്രാഷിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചും മൈൻഡ് മാപ്സിനെ കുറിച്ചും അത് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആകും എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു എക്സാം, അതായത് നിങ്ങൾ നീറ്റ് എക്സാം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും. അതിന് പുറമെ നമുക്ക് പെട്ടെന്ന് NCERT ഒന്ന് വായിച്ചെടുത്ത് ഓരോ ലൈൻ ബൈ ലൈൻ വായിക്കാൻ നമ്മളുടെ കയ്യിൽ സമയമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കണം, അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്കാണ് നിങ്ങളുടെ ഈ ഒരു ക്രാഷ് സ്റ്റഡി മെറ്റീരിയൽ. ഇതിപ്പോൾ കെമിസ്ട്രിയുടെ ബുക്കാണ്. അപ്പോൾ ഞാൻ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കറിയാം കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഇപ്പോൾ നിങ്ങൾ ബുക്ക് തുറന്നാൽ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആയിരിക്കും. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ബുക്കിൽ ഉണ്ടാവുക. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, പിന്നെ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതേപോലെ ഈ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റും പിന്നെ മോളും പിന്നെ മോളാർ മാസും അവ തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. NCERT വായിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ ഈ ചെറിയ സമയം കൊണ്ട്. അപ്പോൾ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ മിനിമം എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചൊന്ന് റെഫർ ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം ആ ചാപ്റ്ററിലുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഇനി വേണ്ടത് എന്താ? ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ലെവൽ 1 ക്വസ്റ്റ്യനും, അതായത് ഇവിടെ ഈ ബുക്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അത്യാവശ്യം എളുപ്പമുള്ള ഏറെക്കുറെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെല്ലാം ചെയ്ത കുട്ടികൾ മാത്രം എന്ത് ചെയ്താൽ മതി, അടുത്ത ക്വസ്റ്റ്യനോട് കൊടുത്തിട്ടുണ്ട്, ലെവൽ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ചെയ്യണം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. അപ്പം ഇനി കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷനും ഈ ബുക്കിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യനും ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ്? പാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ പേജിൽ നോക്കിയാൽ കാണാൻ മനസ്സിലാകും. ലാസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കോമ്പറ്റേറ്റീവ് എക്സാം റെഫർ ചെയ്യുമ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയും സൊല്യൂഷനും ഈ ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കെമിസ്ട്രിയുടെ ബുക്കാണ്, അതേപോലെ സോളജിയുടെ ഉണ്ട്, ഫിസിക്സിൻ്റെ ഉണ്ട്, ബോട്ടണിയുടെ ഉണ്ട്. അപ്പോൾ ഈ ബുക്സ് എല്ലാം റെഫർ ചെയ്ത കുട്ടികൾക്ക് ഏകദേശം നിങ്ങൾക്ക് നീറ്റിനുള്ള സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പഠിച്ചു തീരും. അത് നിങ്ങൾ എത്രത്തോളം ഈ ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ്സൊക്കെ കേട്ടു, എല്ലാം പഠിച്ചു. ഇനി എക്സാമിൻ്റെ തലേന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന GIB എക്സാമിൻ്റെ തലേന്നൊക്കെ നിങ്ങൾ പഠിച്ചത് എല്ലാ കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവിഷൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. കാരണം കുറേ സബ്ജക്റ്റുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് ഉണ്ടാകും, പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് മാത്രമുള്ള ബുക്സ് ഉണ്ടാകും. അതെന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒരു ചാപ്റ്ററിലുള്ള എൻ്റയർ ചാപ്റ്റർ ഏകദേശം 1-2 പേജിലൊക്കെ ആയിട്ട് അതിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. അപ്പോൾ നമുക്ക് മൈൻഡ് മാപ്പ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് പരിചയപ്പെടുത്താം. മൈൻഡ് മാപ്പിൽ തന്നെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ സോളജി ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ബോട്ടണി ഉണ്ട്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. അതേപോലെ അടുത്ത പേജിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, ഒറ്റൊരു പേജേ ഉള്ളൂ. ആ ഒരു പേജിൽ പഠിക്കേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ റെഫർ ചെയ്യണം, ഏതൊക്കെ ഫോർമുലാസ് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരികയെന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എംപിരിക്കൽ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ബേസ്ഡ് ആയുള്ള ഒരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ എംപിരിക്കൽ ഫോർമുലയുടെ തിയറി പോയിട്ട് എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയലിലൂടെയും അതേപോലെ മൈൻഡ് മാപ്പിലൂടെയും കടന്നു പോയാൽ നിങ്ങൾക്ക് നീറ്റിന് വരുന്ന എല്ലാ സിലബസും എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി സൈലത്തിൻ്റെ എൻഗെയിം ബാച്ചിലൂടെ, നീറ്റ് എൻഗെയിം ബാച്ചിലൂടെയാണ്. അപ്പോൾ നമ്മൾ ആൾറെഡി അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ക്ലാസ് 1-2 ദിവസം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ കുറേ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കി എടുക്കും. അതുകൊണ്ട് ഒട്ടും ലേഗാക്കണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക.